ഒരുപാട് നാളായിട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു അഫ്ഗാനി ചിക്കൻ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു സവാള, ഒരു 4-5 പച്ചമുളക്, കുറച്ച് മല്ലിയില, ഒരു 2 സ്പൂണോളം തൈര്, കുറച്ച് കാഷ്യൂ നട്ട്സ് സോക്ക് ചെയ്ത് വെച്ചത്, ഇത്രയിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഇതിൽ നമ്മൾ മുളക് പൊടി കാര്യങ്ങളൊന്നും ഇടുന്നില്ല, അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ എരിവാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ എരിവ് അനുസരിച്ചിട്ട് വേണം പച്ചമുളക് ചേർക്കാൻ. അപ്പോൾ ഈ ഒരു മസാല ചിക്കനിലേക്ക് ചേർത്തിട്ട് ഒരു 2 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്തിരി കുരുമുളക് പൊടി, മസാല. ഞാനിവിടെ തന്തൂരി മസാലയാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നോർമൽ മസാല ഉണ്ടെങ്കിൽ അത് മാത്രം മതി. പിന്നെ ഇത്തിരി കൂടി തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു അരമണിക്കൂറോ മിനിമം ഒരു അരമണിക്കൂർ, അല്ലെങ്കിൽ ഓവർനൈറ്റൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ നന്നായിട്ട് മസാല പിടിച്ചിരിക്കും കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓവനോ അല്ലെങ്കിൽ എയർ ഫ്രയറോ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ബട്ടറും എണ്ണയും കൂടി ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ആ എണ്ണയിൽ തന്നെ നമ്മുടെ ബാക്കി മസാല മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത്തിരി വെള്ളവും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പോ പൊടികൾ എന്തെങ്കിലും വേണമെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. നന്നായിട്ട് കുറച്ചൊന്ന് വറ്റി ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ച് ഇരിക്കണം കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇത്തിരി മല്ലിയിലയും ഫ്രഷ് ക്രീമും കൂടി ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പൊറോട്ടയുടെ കൂടെ അടിപൊളിയായിരിക്കും.